ഗൈസ്, അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോയുമായി വന്നിക്കാണ്. കുഞ്ഞു വീഡിയോ ആയിട്ട് നമുക്ക് മഴ ഇന്നൊക്കെ ആയിട്ട് നല്ല മഴയായിരുന്നു. ഇപ്പോൾ കുറച്ച് ചെറുതായിട്ടൊരു വെയിലുണ്ട്. അപ്പം നമ്മൾ തുണികളൊക്കെ ഇവിടെ ഇടുക, സ്പേസ് ഇല്ലാത്തതുകൊണ്ടേ ഇവിടെ ഇടുക. അപ്പോൾ നമ്മൾ ചോറൊക്കെ വെക്കാൻ നിൽക്കുകയാണ്. ചോറ് ഇപ്പോൾ കുക്കറിൽ വെച്ചു. ഉപ്പേരി കറിയാണ്. ഇനി ഇതിപ്പോൾ രാവിലെ ഉണ്ടാക്കിയ കറിയാണ്. ചപ്പാത്തിയായിരുന്നു. മോള് സ്കൂളിൽ പോയി പോകുമ്പോഴത്തേനൊക്കെ ആക്കിയതായിരുന്നു അത്. നിങ്ങളിങ്ങനത്തെ പിന്നെ ബന്നാട്ടില്ലേ പപ്പടമൊക്കെ ഉണ്ട്. പുറത്ത് എലി കാരണം നമ്മൾ വെക്കാൻ പറ്റാത്തതുണ്ട്. ഫുള്ള് കടിച്ച് മസാക്കിയിട്ടുണ്ടാകും. പിന്നെ നമുക്കത് ഉപ്പിൻ്റെ ബിസ്ക്കറ്റ് നമുക്ക് മറ്റേ ബിസ്ക്കറ്റ് നമുക്ക് തിന്നാൻ പറ്റാത്തതുകൊണ്ട് എന്താ മധുരമുള്ളത് നമുക്ക് പറ്റൂല. ഇപ്പം നമ്മൾ ഇങ്ങനത്തെ ബിസ്ക്കറ്റാണ് വാങ്ങുന്നുണ്ട്. അടിപൊളി ബിസ്ക്കറ്റ് ആയിട്ടില്ലേ, സൂപ്പർ, കഴിക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഈ എലിയുടെ ശല്യം പെരുച്ചായുടെ ശല്യമൊക്കെ ഇതിൽ കൂടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടാവുകൊണ്ടേ ഇതിനൊക്കെ ഫുള്ള് ഗ്യാപ്പുകളാണ്. അപ്പോൾ ഇതിൽ കൂടെയൊക്കെ പെരുച്ചായൊക്കെ കയറി വന്നിട്ട് സാധനങ്ങളൊക്കെ നശിപ്പിക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഉച്ചക്കത്തെ ലഞ്ചിന് ഉപ്പേരുണ്ട്, പിന്നെ പരിപ്പ് കറിയൊക്കെയാണ്. പപ്പടം പൊരിക്കണം. മഴയൊക്കെ പെയ്താൽ വിടാതെ ചപ്പിളിയാണ് ഉണ്ടല്ലേ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയൊക്കെ കാലൊക്കെ ആകെ ദഹിക്കണം. വെള്ളത്തിലൊക്കെ നല്ല പണിയെടുത്തിട്ട് ചോറ് കുക്കറിൽ വെച്ചിട്ട് സ്പേസ് ഇല്ലല്ലോ അടുപ്പ് കൂട്ടാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ വെക്കാറ്. വെള്ളം കറണ്ട് അടുപ്പിൽ നമ്മൾ തിളപ്പിക്കും. എന്നിട്ട് പിന്നെ ഇതിൽ കൊടുത്തിട്ട് നമ്മൾ അരിയിട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വിസിലടിക്കുക. നമുക്ക് ചോറ് അങ്ങനെ ഞങ്ങൾ ചെയ്യാറ് ഇത്രയും കഴിഞ്ഞിട്ട്. ഇപ്പോഴത്തെ പരിപ്പ് ഇങ്ങനെ വേവാനാണുണ്ട്. എനിക്കിപ്പോൾ നമ്മൾ ചിരങ്ങ ഇട്ടിട്ടാണല്ലേ കറി ഉണ്ടാക്കുന്നത്. അതൊക്കെ സാധനങ്ങളൊക്കെ നമ്മളിവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. മഴയാകുമ്പോഴാകുമ്പോൾ പ്രശ്നം എന്താ വർക്ക് എന്ത് ജോലിയൊക്കെ ചെയ്യാനേ. മഴ ഇത് കൂട്ടൊക്കെ അത് മൊത്തം ഇതിനൊക്കെ ചോരിയാക്കാറല്ലേ. അല്ലേ ഇപ്പോഴും അതിനെ ഒറ്റയും കൊണ്ടിരിക്കണുണ്ടല്ലേ. ഇതിനൊക്കെ ചോർന്നിട്ട് ഇത് ഇവിടെ അങ്ങനെ വെള്ളം വന്ന് നിൽക്കും. അപ്പം നമ്മളിങ്ങനെ ഇതാക്കി പൊന്തിച്ച് കളയും. അങ്ങനെയൊക്കെയാണ്. ഇത് എത്രയും പെട്ടെന്ന് ആയി കിട്ടിയ ഹയറായിരുന്നു. അവർ വരാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നല്ലാതെ പൈസ നമുക്ക് കിട്ടണില്ലല്ലോ. പിന്നെ ഇവിടുത്തെ ഈ മണലും ഇതൊക്കെ ഇങ്ങനെ വെക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടില്ലേ ആകെ അലങ്കോലമായിട്ട് ഇവിടെ കിടക്കണത് കണ്ടില്ലേ. എവിടെയും നമുക്ക് വെക്കാനിരിക്കാനുള്ളൊരു സൗകര്യമല്ല. നമ്മൾ എത്ര വെച്ചിട്ട് വൃത്തിയാക്കിയാലും ഈ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ എന്താ ചെയ്യുക. പഞ്ചായത്തിൻ്റെ പൈസ തന്നെ കിട്ടും അറിയാതെ കിട്ടണില്ലല്ലോ. പിന്നെ ഇപ്പം നമ്മളെ കയ്യിലാണെങ്കിൽ ബഡ്ജറ്റും ഇല്ല. ഇതുകൊണ്ട് ഇപ്പം നമ്മളിത് അത്രയൊക്കെ ആക്കി ഇതിൽ ലെവലിലൊക്കെ ആക്കിക്കൊണ്ട് നമ്മൾ ഇവിടെ കോഴികൾക്ക് വേണ്ടി പെരുച്ചായി ഇതൊക്കെ മാന്തിയിട്ട് പെരുച്ചായി അല്ല നമ്മൾ ഈ കീരി വരും വലിയ കീരി അതാണ്. അപ്പം നമ്മൾ അതിന് ഇവിടെ വേണ്ടിയിട്ട് ഇവിടെ വലയൊക്കെ ഇങ്ങനെ വലയൊക്കെ കെട്ടിക്കാണ്. ഇനി കുറച്ചും കൂടി അങ്ങോട്ട് കെട്ടണം. അങ്ങോട്ട് കുട്ടികളൊന്നും വിടാറില്ല. ഇതൊക്കെ ഒന്നും വിടാൻ പറ്റൂല. കീരികളും പൂച്ചകളൊക്കെ കടിച്ചു പോകുന്നതാണ്. കോഴിക്കുഞ്ഞുങ്ങളാണ്. ഇത് വലിയത് എത്ര പോകുന്ന കഴിഞ്ഞതൊക്കെ നമ്മൾ വിടാറല്ലേ. അല്ലെങ്കിൽ ഒക്കെ കീരികൾ നല്ലൊരു വെയിലിട്ടിക്കണം. അപ്പോൾ അതുകൊണ്ട് തുണികളൊക്കെ പുറത്തേക്കാണ്. ഇവിടെ ഇങ്ങനെ നല്ല വെള്ളം ഇങ്ങനെ കെട്ടി വെക്കുകയാണ് ഗൈസ്. ഇന്ന് ഇവിടെ നല്ല താഴ്ച അവിടെ പൊന്തലല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കെട്ടിക്കും. വെള്ളം നല്ല ഉണ്ടാകുമ്പോൾ കൊതുകൊന്നും ഉണ്ടാവില്ല. പക്ഷേ അല്ലാത്ത സമയത്തൊക്കെ നല്ല കൊതുകിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരും. ഇവിടെ അങ്ങനെ കെട്ടി വെക്കുകൊണ്ട് അന്ന് ആവശ്യിക്കാണ്. മൊത്തം തലക്ക വരെ മറച്ചിക്കാണ്. ഇവിടെ സൺസൈഡ് വന്നപ്പോൾ പിന്നെ ഫുള്ള് വെള്ളം അങ്ങനെ ഉള്ളിക്കായി പൂച്ചി ഇതൊക്കെ കയറിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പെരുച്ചായികളൊക്കെ അങ്ങോട്ട് കയറുന്നത്. ചെറിയൊരു വെയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എപ്പോഴാണ് മഴ പെയ്യുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കാലാവസ്ഥ കാണുമ്പോൾ പെയ്യുന്നില്ല ലെവൽ തന്നെയാണ്. പിന്നെ ഫുള്ളായിട്ട് തുണികളൊന്നും നമുക്ക് ഇടാനും പറ്റില്ല ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ചെറിയൊരു വെയിലിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ ഇതാക്കും. നമ്മൾ പരിപ്പ് ഇതായിട്ടില്ലേ വേവാനായി എന്നിട്ടല്ലേ. പരിപ്പ് നമ്മൾ വേവാനായിട്ട് ഇനി നമുക്കിനി കറിയൊക്കെ ഉണ്ടാക്കണം. നമ്മൾ ആംപ്ലേറ്റ് അടിച്ചാണ്. ആംപ്ലേറ്റായി. എന്നിട്ട് ഉപ്പേരിയൊക്കെ ആയിട്ടില്ല. ഉപ്പേരിയൊക്കെ ആയിക്കണം. കറിയായി. കറിയൊക്കെ ഇട്ട് കറിയൊക്കെ ചിരങ്ങയൊക്കെ ഇട്ടിട്ടുള്ള കറിയാണ് ഗൈസ്. ആ കറിയൊക്കെ ഉപ്പേരിയായി. പിന്നെ ഇത് പപ്പടം പൊരിച്ച് വെച്ചു. പപ്പടമൊക്കെ ആയി. ഇത് ചോറ്
അപ്പം ഉച്ചക്കത്തെ ലഞ്ചൊക്കെ നമുക്ക് ആയിട്ടില്ല. കുട്ടി സ്കൂളിൽ വരുമ്പോഴത്തേനും എല്ലാം റെഡിയാക്കി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അടുത്ത വീഡിയോയുമായിട്ട് വരാം. ബായ്.